നമ്മുടെ പ്രധാനമന്ത്രി മോദി 5 രാജ്യങ്ങളിലേക്ക് വിദേശ പര്യടനം നടത്തി. 8 ദിവസത്തെ പര്യടനമാണെന്നാണ് കേൾക്കുന്നത്. അതെ, 8 ദിവസത്തെ. അപ്പോൾ ഇത് ഈ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഈ ചർച്ചയിൽ ഒരു ചർച്ച നടത്തുന്നുണ്ട്. ഈ ബ്രിക്സ് സമ്മിറ്റ് എന്നൊക്കെയാണ് എന്നെ പറയുന്നത്, അറിയാലോ. അപ്പം ബ്രിക്സ് സമ്മിറ്റിൽ പങ്കെടുത്തു. അത് ട്രംപിനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും ഈ ഒരു പര്യടനം വെറുതെ ഒരു പര്യടനമല്ല, ഇതിന് പല ലക്ഷ്യങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. ഇത് ഒരു രാജ്യത്തിന് എതിരെയുള്ള ഒരു മുന്നറിയിപ്പാണെന്നും കേൾക്കുന്നുണ്ട്. ഇത് ഏത് രാജ്യമാണ്? അത് പറയുമ്പോൾ ഞാനൊരു കാര്യം തിരിച്ചു വയ്ക്കും. നമുക്ക് മാത്രമല്ല, പൊതുവായിട്ട് റെയർ എർത്ത് മിനറൽസ്, അതായത് അപൂർവ ധാതുക്കൾ ഒക്കെ തരില്ല എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ഓർമ്മയുണ്ടോ? ചൈന. അതെ, ആ രാജ്യത്തിനുള്ള മുന്നറിയിപ്പാണ്. അതാണ് അതിന്റെ ഉത്തരം. അതായത് അമേരിക്കയോടാണ് പറഞ്ഞതെന്നാണ് എന്റെ അറിവ്. അമേരിക്ക ഈ താരിഫിന്റെ കാര്യം പ്രത്യക്ഷത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു വേർഷൻ അവിടെ വരുന്നത്. പക്ഷേ ഈ പോയിരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം പ്രധാനമായിട്ടും ഉള്ള ഒരു ധാതു എന്ന് പറയുന്നത് ലിഥിയമാണ്. അപ്പോൾ ഈ ഒരു സന്ദർശനത്തിന് അങ്ങനെ ഒരു വേർഷൻ കൂടി അവിടെ ഉണ്ട്. ഈ അപൂർവ ധാതുക്കൾ നമുക്ക് തരില്ല എന്ന്, അത് എല്ലായിടത്തേക്കും ചൈന തരുന്നില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ കയ്യിൽ കൂടുതലുള്ള സംഭവമാണ്. അപ്പോൾ ഇത്തരം ധാതുക്കൾ വന്നാലേ നമ്മുടെ എന്താ പറയുക, വൈദ്യുത വാഹന വിപണിയും ഒക്കെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കൂടുതൽ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ പല രാജ്യങ്ങളും ചൈനയെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നുണ്ട്. അവരുടെ കയ്യിലില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചൈനയെ ആശ്രയിക്കുന്നുണ്ട്. അപ്പം ചൈന വിചാരിക്കും, ഈ ട്രംപ് വിചാരിക്കുന്ന പോലെ ഇത് കൊടുത്തില്ലെങ്കിൽ ഇവൻ ഞങ്ങളുടെ അണ്ടറിൽ വരും എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ചൈന അങ്ങനെ പറഞ്ഞപ്പോൾ ട്രംപ് ഗത്യന്തരമില്ലാതെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന കണ്ടു. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി അതായത് ഇതെല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട്. ദീർഘവീക്ഷണം. കാല് പിടിക്കാതെ എങ്ങനെ നമുക്ക് നിൽക്കാം? ഒരാളിൽ നിന്ന് മാത്രം ഒരു കാര്യം കിട്ടുകയാണെങ്കിൽ അയാൾ അവിടെ ബ്രേക്ക് ചെയ്താൽ നമുക്കത് കിട്ടില്ല. ആ സമയം നമ്മളൊരു 10 പേരിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ഒരാൾ ബ്രേക്ക് ചെയ്താലും നമുക്ക് 9 പേരുണ്ട്. ആ ഒരു വിഷയം അവിടെ നമ്മൾ മുൻകൂട്ടി കാണണം. പല കാര്യങ്ങളിലും ഇപ്പം എണ്ണ നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ പോലും ഇത്തരത്തിൽ തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഒരാളിൽ നിന്ന് മാറിയിട്ട് പലരിൽ നിന്നായിട്ട് വാങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ഇവിടെ ഒരു സ്ട്രൈക്ക് വന്നാലും നമുക്ക് ബാക്കിയുള്ളവരുടെ നിന്ന് പിടിച്ചിരിക്കാൻ പറ്റും. അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. ഇപ്പം നേരത്തെ വിജയ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മോദിയുടെ ഒരു ദീർഘവീക്ഷണം കൂടിയുണ്ട്. എങ്ങനെ ഇതിനെല്ലാം മറികടക്കാം? നമ്മൾ GDP-യിൽ 4ാം സ്ഥാനത്ത്, നമ്മൾ 1ാം സ്ഥാനത്തേക്കെന്ന് പറഞ്ഞാൽ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊരു ബ്രേക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പോയിരിക്കുന്ന ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ്, കരീബിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമുക്ക് ധാതുക്കൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചൈനയുടെ കുത്തക അവിടെ ഇല്ലാതെയാകും. അങ്ങനെ ഒരു കാര്യം അവിടെ വരും. അപ്പോൾ ലിഥിയം, ചെമ്പ് അടക്കമുള്ള അപൂർവ മൂലകങ്ങളും ലോഹങ്ങളുമൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്നതോടുകൂടി അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി തന്നെ മാറി മറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പം അദ്ദേഹം പോയിട്ടുള്ള ഈ ഒരു കാര്യം പറയുമ്പോൾ ലിഥിയം ട്രയാങ്കിൾ എന്ന് പറയും. ആ ഒരു കാര്യമാണ്. അതായത് ഇപ്പം ഈ ചൈനയെ ലോക വിപണിയിൽ സൂപ്പർ പവർ ആക്കിയതിൽ ഈ റെയർ മിനറൽസിന് കൂടി റെയർ എർത്ത് എലമെന്റ്സിന് കൂടി പങ്കുണ്ട്. അപ്പോൾ ചൈനയിൽ മാത്രം കാണപ്പെടുന്ന ഈ കുത്തക പൊളിഞ്ഞാൽ അതോടുകൂടി തീരുമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ, കാറ്റാടി യന്ത്രങ്ങൾ, നൂതന പ്രതിരോധ സംവിധാനങ്ങൾ, ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനൊക്കെ ഇത് വേണം. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ കൂടുതൽ ഡിജിറ്റൽ കാര്യങ്ങളിലേക്ക് വരുമ്പോഴും ഇത് വേണം. 2040 ആകുമ്പോഴേക്കും അപൂർവ ലോഹങ്ങളുടെയും മൂലകങ്ങളുടെയൊക്കെ ആവശ്യം 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ ആകുമെന്നാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന കാര്യത്തിലാണ് ലിഥിയം ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു വേർഷൻ വരുന്നത്. അപ്പം ലിഥിയം ട്രയാങ്കിൾ എന്ന് പറയുന്ന മേഖലയുണ്ട്. അതായത് ബൊളീവിയ, അർജന്റീന, ചിലി ഇതിനെയൊക്കെ കൂടെ ചേർത്താണ് ഈ പറയുന്നത്. ഇവിടെയൊക്കെ ലിഥിയമാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ മേൽ പറഞ്ഞിട്ടുള്ള മോദി സന്ദർശിച്ചിട്ടുള്ള രാജ്യങ്ങളിലും ഈ ലിഥിയം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മുന്നിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെ സ്വർണത്തേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ഒരു ലോഹം എന്ന് പറയുന്നത് ലിഥിയമാണ്.
വെളുത്ത സ്വർണം അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ എണ്ണ എന്നറിയപ്പെടുന്ന ഈ ലോഹം ഈ പറയുന്ന പോലെ ഊർജ പരിവർത്തനത്തിനും ഇലക്ട്രിക് കാറുകളുടെയൊക്കെ വിപണിക്കുമൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ പറയുന്ന ട്രയാങ്കിളിലേക്കുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ് മോദി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നമുക്കതൊന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോദി പോയിട്ടുള്ള 5 രാജ്യങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. ട്രിനാഡ് ആൻഡ് ടൊബാഗോ, അവിടെയുള്ളത് അസ്ഫാൽട്ട്, കൽക്കരി, ജിപ്സം, ചുണ്ണാമ്പുകല്ല്, മണൽ, ചരൽ, ഇരുമ്പയിര്, ആർഗില്ലൈറ്റ്, ഫ്ലൂർസ്പാർ, അമോണിയ എന്നിവയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഈ പറയുന്നതിലും പല കാര്യങ്ങളും നമുക്ക് ആവശ്യമായി വരുന്നവയാണ്. മറ്റൊന്ന് നമീബിയയിൽ പോയി, അവിടെ യുറേനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇതൊക്കെ പിന്നെ പല വ്യാവസായിക ധാതുക്കളുണ്ട്. ഇതെല്ലാം തന്നെ വൈദ്യുത വാഹന ബാറ്ററികളും കാറ്റാടി യന്ത്രങ്ങളും ഒക്കെ എന്നിവയ്ക്കൊക്കെ വേണ്ടുന്ന രീതിയിലുള്ള ഡിസ്പ്രോസിയം, ടെർബിയം തുടങ്ങിയിട്ടുള്ള അപൂർവ ധാതുക്കളുള്ള ഒരു നാടാണ് നമീബിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മളൊരു കരാറുണ്ടാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ മുൻഗണന നൽകുന്ന കാര്യം. ഈ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും നോക്കുന്നുണ്ടാവുക. ഇത് കൂടാതെ തന്നെ അവിടെയും നമീബിയയിലും ലിഥിയവും ഡയമണ്ട്സും കൊബാൾട്ടും എല്ലാം ഉണ്ട്. പിന്നെ പറയുമ്പോൾ ഘാനയുണ്ട്. ഘാനയിൽ പോയി, ഘാനയിലും വജ്രം, സ്വർണം, മാംഗനീസ് ഉണ്ട്, ബോക്സൈറ്റ് ഉണ്ട്. അവർ ഏറ്റവും മികച്ച മാംഗനീസ് ഉൽപാദകർ കൂടിയാണ് ഈ പറയുന്ന ഘാന എന്ന് പറയുന്ന രാജ്യം. കൂടാതെ ചുണ്ണാമ്പുകല്ല്, കൊളംബൈറ്റ്, ടാൻഡലൈറ്റ്, ഫെൽഡ്സ്പാർ, ക്വാർട്സ്. ഈ പേരുകളൊന്നും വായിൽ ഒതുങ്ങാത്തതുകൊണ്ടാണ് നമ്മൾ എഴുതി വെച്ചിട്ട് പറയുന്നത്, ഓർമ്മയിൽ നിൽക്കില്ല. അപ്പം ഇതും എല്ലാം റെയർ എർത്ത് എലമെൻറ്റ്സിൽ പെടുന്ന പല കാര്യങ്ങളും ഉണ്ട് ഈ പറയുന്ന ഘാനയിലും. പിന്നെ ബ്രസീലിൽ പോയി, ബ്രസീലിൽ എന്താണ് അയൺ കോർ, അവിടെയും ഇരുമ്പയിരം, അതാണ് അയൺ കോർ. ബോക്സൈറ്റ്, നിയോബിയം, മാംഗനീസ്, സ്വർണം, രത്നക്കല്ലുകൾ, ടാൻറ്റലം, പൊട്ടാഷ്, നിയോബിയം. ഈ നിയോബിയം ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ തന്നെ പ്രധാന സ്ഥാനമാണ് ബ്രസീലിനുള്ളത്. കൂടാതെ ബോക്സൈറ്റിൻ്റെയും മാംഗനീസിൻ്റെയൊക്കെ പ്രധാന ഉൽപാദകർ കൂടിയാണ് ബ്രസീൽ. അവിടെ ചെന്ന് കൂടാതെ ആഗോളതലത്തിൽ അവർ എന്ന് പറയുന്നത് നിക്കല്, ലിഥിയം, കയോലിൻ, അതായത് ചൈന കളിമണ്ണ് എന്ന് പറയും. അപ്പോൾ അവിടെയും ലിഥിയം ഉണ്ട്, ആ ഒരു രീതിയിലാണ്. പിന്നെ അർജന്റീനയിലേക്ക് നമ്മൾ വരുമ്പോൾ ലിഥിയം, സ്വർണം, വെള്ളി, ചെമ്പ്, ബോറോൺ, അലുമിനിയം, ലെഡ്, സിങ്ക് ഇതെല്ലാം തന്നെ അവിടെയുമുണ്ട്. ഇതെല്ലാം ആദ്യത്തെ ഒരു പോക്കിൽ ഉള്ള രാജ്യങ്ങളാണ്. ആദ്യത്തെ പോക്കിൽ ഇതെല്ലാം ടച്ച് ചെയ്താണ് വന്നിരിക്കുന്നത്. അവിടെ ചെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ടാവുക വേറൊന്നും ആയിരിക്കില്ല, നമ്മൾ നിങ്ങൾക്ക് എന്താ പറയുക ദോസ്തുക്കളാകുന്നു. അല്ല, ഇത്തരം ഈ രാജ്യങ്ങളെല്ലാം തന്നെ നമ്മളുമായിട്ട് ആയുധം വ്യവഹാരത്തിൽ താല്പര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ആയുധങ്ങൾ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ആയുധങ്ങൾക്ക് ഒരു വലിയ രീതിയിലുള്ള ജനപ്രീതി അല്ലെങ്കിൽ പ്രീതി പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ബ്രസീലൊക്കെ പോലത്തെ രാജ്യങ്ങളൊക്കെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയുധങ്ങൾ വേണമെന്നുള്ള. ആഫ്രിക്കൻ ഈ ഖാനയൊക്കെ പോലത്തെ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഒരു കച്ചവടത്തിന് താല്പര്യമുണ്ട്. കാരണം അവിടെയും തീവ്രവാദം ഒരുപാടുണ്ട്. അപ്പം അതിനെ പൊരുതാൻ വേണ്ടി ഇപ്പൊ നമ്മളൊരു ഗ്ലോബൽ ടെററിസത്തിന് ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഒരു ടെററിസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു സ്റ്റാൻഡും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ദീപാവലി പടക്കങ്ങളല്ല, അത് ഇതിന് ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പൊ അതിന് ബദലായിട്ട് ഒരു പക്ഷേ ഇതായിരിക്കും. പിന്നെ ഈ പറയുന്ന രാജ്യത്തിലെല്ലാം പലപ്പോഴും ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇതുപോലെ ഒരു രാജ്യത്തിന്റെ തലവൻ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കത് എന്താ പറയാ അവരുടെ രാജ്യത്തിന്റെ മഹിമ കൂടുന്നു എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അതിൽ രാഷ്ട്രീയമല്ല, അതിൽ മുന്നിൽ നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു വിശ്വാസയോഗ്യമായ രാജ്യമാണ് എന്നുള്ളതാണ്. ട്രസ്റ്റബിൾ കൺട്രി അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ വരുന്നത് കൊണ്ട് കൂടിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് മോദി ടൂർ പോയി എന്ന് പറയുമ്പോഴും ഇത് സത്യത്തിൽ ചൈനയ്ക്കുള്ള ഒരു വലിയ അടി തന്നെയാണ്. കാരണം ലിഥിയം ട്രയാങ്കിളിൽ കിടന്ന് മേൽക്കൈ നേടിയിട്ടുള്ളത് ചൈനയാണ്. അവിടെ നിന്ന് ആ ഒരു ട്രയാങ്കിളിലേക്ക് നമ്മുടെ ഒരു കയറ്റമാണ് ഉള്ളത്. അവിടെ സ്വീകാര്യതയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്തിന് മേൽക്കൈ നേടാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിട്ട് ഇവർ ഈ ടൂർ പോകുന്നതെന്ന് പറയുന്നത് എന്തോ വലിയ ഒരു അപരാധമായിട്ട് കാണുന്നുണ്ടല്ലോ.
അത് ഇവര് പിണറായി വിജയൻ അമേരിക്കയിൽ പോകുന്ന പോലെ ചികിത്സ എടുക്കാൻ വേണ്ടി അല്ല മോദി പോകുന്നത്. അതുമല്ല വല്ല മറ്റേ ഇതുപോലത്തെ എന്താ പറയാ ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി റൈഡ് എൻജോയ് ചെയ്യാനോ അതിനൊന്നും അല്ല പോകുന്നത്. അദ്ദേഹം അങ്ങനെ യാത്ര പോകുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട്, നയതന്ത്രപരമായിട്ടുള്ളത്.